മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. പ്രധാനമന്ത്രി സൗദി സന്ദർശനം 2 ദിവസത്തെ സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. നാളത്തെ സൗദി അറേബ്യയിലെ പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. ഒരുപക്ഷെ അദ്ദേഹം കാശ്മീരിലേക്ക് നാളെ തന്നെ പോയേക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട വിവരമാണ്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നാണ് സൗദി അറേബ്യയിലേക്ക് 2 ദിവസത്തെ സന്ദർശനത്തിന് വേണ്ടി സൗദി രാജകുമാരന്റെ പ്രത്യേക ക്ഷണം സ്വീകരിച്ചുകൊണ്ട് എത്തിയത്. പക്ഷേ ഇന്ത്യയിലെ സാഹചര്യം, കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം വെട്ടിച്ചുരുക്കിയിരിക്കുകയാണ്. നാളെ കശ്മീരിലേക്ക് പോയേക്കും എന്നുള്ള വിവരമാണ് നമുക്ക് ഈ നിമിഷം ലഭ്യമാകുന്നത്. പ്രധാനമന്ത്രി നാളെ തന്നെ ഒരുപക്ഷെ കശ്മീരിലേക്ക് പോയേക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. ഇതിൽ കൂടുതൽ അപ്ഡേഷൻ അറിയേണ്ടതുണ്ട്. സൗദി അറേബ്യയിലേക്ക് ഇന്നാണ് അദ്ദേഹം എത്തിയത്. ജിദ്ദയിലേക്ക് ഇന്ന് ഉച്ചയോടുകൂടിയാണ് അദ്ദേഹം എത്തിയത്. 2 ദിവസത്തെ സന്ദർശനമാണ് ലക്ഷ്യം ഇട്ടിരുന്നത്. അത് വെട്ടിച്ചുരുക്കിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ഒരുപക്ഷെ നാളെ തന്നെ കശ്മീരിലേക്ക് പോയേക്കും എന്ന് അറിയാൻ കഴിയുന്നത്. ഇന്ന് സൗദി അറേബ്യ ആതിഥേയത്വം വഹിക്കുന്ന ഔദ്യോഗിക ഡിന്നറും അദ്ദേഹം റദ്ദാക്കിയിരുന്നു. അല്പസമയത്തിനകം ഇന്ന് രാത്രിയോടുകൂടെ തന്നെ ഇന്ത്യയിലേക്ക് തിരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. നാളെ രാത്രിയായിരുന്നു അദ്ദേഹം മടങ്ങി വരേണ്ടിയിരുന്നത്. ബുധനാഴ്ച രാവിലെ ഇന്ത്യയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അതായത് നാളെ രാവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിൽ തിരിച്ചെത്തും എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. ജമ്മു കശ്മീരിലെ ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ ഇന്ത്യയിലേക്ക് തിരിക്കും. നാളെ രാത്രിയായിരുന്നു അദ്ദേഹം മടങ്ങേണ്ടിയിരുന്നത്. 2 ദിവസത്തെ സന്ദർശനമാണ്. അതാണ് അദ്ദേഹം ഇപ്പോൾ വെട്ടിച്ചുരുക്കിയിരിക്കുന്നത്. ഇനി പ്രധാനമന്ത്രി കശ്മീരിലേക്ക് പോകുമോ എന്നുള്ള കാര്യമാണ് അറിയേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ വിവരങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. എന്തായാലും സൗദി അറേബ്യയിൽ നിന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് മടങ്ങുകയാണ്. ഉടൻ തന്നെ തിരിച്ചെത്തും. നാളെ രാവിലെയോടുകൂടി ഡൽഹിയിലേക്ക് അദ്ദേഹം മടങ്ങിയെത്തും. എപ്പോൾ കശ്മീരിലേക്ക് പോകും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്.